ഏപ്രിൽ 22-ന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ 26ഓളം സാധാരണക്കാരായ ഇന്ത്യൻ പൗരന്മാർ കൊല്ലപ്പെട്ട സംഭവം ഉണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ മെയ് 7-നാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട ഭീകര താവളങ്ങൾ ലക്ഷ്യം വെച്ച് തന്നെയായിരുന്നു ആക്രമണം. ഒരു ഘട്ടത്തിൽ പാകിസ്ഥാന്റെ സൈനിക താവളങ്ങളെയും ഇന്ത്യ ലക്ഷ്യം വെക്കുന്നു. പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ പല മേഖലകളിലേക്കും ഇന്ത്യയുടെ ഡ്രോണുകൾ, മിസൈലുകൾ പായുന്ന കാഴ്ച അന്ന് കണ്ടതാണ്. ലോകരാജ്യങ്ങൾ പോലും പാകിസ്ഥാൻ ഉണ്ടായ കനത്ത നാശം അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഇക്കാര്യം വളരെ കൃത്യമായി തന്നെ നിരീക്ഷിക്കുകയും മറ്റും ചെയ്ത ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. 9ഓളം ഭീകര ക്യാമ്പുകളാണ് ഇന്ത്യ അന്ന് പാകിസ്ഥാൻ ഉള്ളിൽ കയറി തകർത്തത് എന്നത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. 11ഓളം പാക് വ്യോമത്താവളങ്ങളും ഇന്ത്യ ലക്ഷ്യമിട്ടതും വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ തങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള നാശനഷ്ടവും ഉണ്ടായില്ല എന്നുള്ള ആത്മവിശ്വാസമാണ് പാകിസ്ഥാൻ പ്രകടിപ്പിച്ചിരുന്നത്. 80-80ഓളം ഡ്രോണുകൾ 36 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് അയച്ചു എന്ന് പാക് വിദേശകാര്യമന്ത്രിയും അവിടുത്തെ പാക് ഉപപ്രധാനമന്ത്രിയും ആയ ഇഷാഖ് ദാർ സമ്മതിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു സമ്മതം, തങ്ങൾക്ക് നാശനഷ്ടമുണ്ടായി എന്നുള്ള കാര്യം പാകിസ്ഥാൻ സമ്മതിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് പാകിസ്ഥാൻ ഈ സൈനിക താവളത്തിലുണ്ടായിരുന്ന പാക് സൈനികർക്ക് പരിക്കേറ്റു എന്നുള്ള കാര്യവും ഇദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. ഡിസംബർ 27-ന് ശനിയാഴ്ച കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനം, അത് വർഷാവസാനം നടക്കുന്ന ഒരു വാർത്താ സമ്മേളനമാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യൻ ഡ്രോണുകൾ റാവൽപിണ്ടിയിലെ ചക്ലായിലുള്ള നൂർ ഖാൻ വ്യോമത്താവളം ആക്രമിച്ചതായും അതിൽ സൈനിക സൗകര്യങ്ങൾക്കടക്കം വലിയ നാശനഷ്ടമുണ്ടായതായും വിദേശകാര്യമന്ത്രി പറയുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യ തെറ്റ് ചെയ്തു എന്നും ദാർ പറയുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇന്ത്യ തെറ്റ് ചെയ്തു എന്നും ഇന്ത്യയുടെ ആക്രമണത്തെ ആ തരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ടുമായിരുന്നു ദാറിൻ്റെ ഈ സമ്മതം, ഈ കുറ്റസമ്മതം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 80-ൽ 79 ഡ്രോൺ, അതായത് 36 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ അയച്ചത് 80 ഡ്രോണുകളാണ്. അതിൽ 79 ഡ്രോണുകളും തടയാൻ തങ്ങൾക്ക് കഴിഞ്ഞു എന്ന് പറയുന്നു. പക്ഷേ ഒരു ഡ്രോൺ മാത്രമാണ് ഇത്തരത്തിൽ വ്യോമത്താവളത്തിൽ പതിച്ചത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്.